പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിന് രണ്ടാം ദിനമാണ് ഇന്ന്. കൊച്ചി കപ്പൽശാലയിൽ വിവിധ പദ്ധതികൾ ഇന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം, ഡ്രൈഡോക്ക് എന്നിവയുടെ ഉദ്ഘാടനമാണ് കൊച്ചിയിൽ പ്രധാനമന്ത്രി നിർവഹിക്കുക. എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കുന്ന BJPയുടെ കേരളത്തിലെ പ്രാദേശിക തല നേതാക്കളുടെ സമ്മേളനത്തിലും പ്രധാനമന്ത്രി പ്രസംഗിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് 1.5 കിലോമീറ്റർ റോഡ് ഷോ ഇന്നലെ കൊച്ചിയിൽ സംഘടിപ്പിച്ചിരുന്നു. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. സാലി, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാലി, പ്രധാനമായും രണ്ട് തരത്തിലുള്ള പരിപാടികൾ, അതായത് BJPയുടെ രാഷ്ട്രീയ പരിപാടികളുമുണ്ട് പ്രധാനമന്ത്രിക്ക് ഇന്ന് കൊച്ചിയിൽ. ഒപ്പം തന്നെ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള കൊച്ചി കപ്പൽശാലയിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരിച്ചതിൻ്റെ ചില പ്രവർത്തികൾ പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനവുമുണ്ട്. എന്താണ് ഇന്ന് കൊച്ചിയിൽ പ്രധാനമന്ത്രി പ്രധാനമായും പങ്കെടുക്കുന്ന പരിപാടികൾ? മനു, പ്രധാനമന്ത്രി ഇന്നലെ കൊച്ചി ഗസ്റ്റ് ഹൗസിലാണ്, എറണാകുളം നഗരമധ്യത്തിലുള്ള ഗസ്റ്റ് ഹൗസിലാണ് തങ്ങിയത്. അല്പം മുമ്പ് ഒരു 6:30-ക്ക് ശേഷം അദ്ദേഹം പ്രത്യേക ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഗുരുവായൂരിലെയും തൃപ്രയാറിലെയും പരിപാടികൾ പൂർത്തിയാക്കി അദ്ദേഹം 12 മണിയോടെ കൊച്ചിയിൽ മടങ്ങിയെത്തും. അതിനുശേഷമാണ് പ്രധാനപ്പെട്ട 2 പരിപാടികളുള്ളത്. ഒന്ന് ഔദ്യോഗിക പരിപാടിയും മറ്റൊന്ന് പൊളിറ്റിക്കൽ രാഷ്ട്രീയ പരിപാടിയുമാണ്. ഔദ്യോഗിക പരിപാടി വെല്ലിംഗ്ടൺ ഐലൻഡിലാണ്. അത് കൊച്ചി കപ്പൽശാലയുടെ 2 പ്രധാനപ്പെട്ട പരിപാടികളാണ്. അന്താരാഷ്ട്ര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം, ഒപ്പം ഡൈഡ്രോക്കിൻ്റെ ഉദ്ഘാടനം, ഒപ്പം തന്നെ LPG പുതുവൈപ്പിലെ LPG ടെർമിനലിൻ്റെ ഉദ്ഘാടനം. അങ്ങനെ 3 പരിപാടികൾ ഒരേ വേദിയിൽ പ്രധാനമന്ത്രി നിർവഹിക്കും. അതിൽ മുഖ്യമന്ത്രി, ഗവർണർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കുകയും ചെയ്യും. അത് ഔദ്യോഗിക പരിപാടിയാണ്, പൂർണ്ണമായും ഔദ്യോഗിക പരിപാടിയാണ്. അതിനുശേഷമാണ് ഒരു രാഷ്ട്രീയ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളത്. അത് BJPയുടെ പ്രാദേശിക നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു യോഗം, ഒരു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ശക്തി കേന്ദ്ര പ്രമുഖരുടെ യോഗം. അത് മറൈൻ ഡ്രൈവിൽ വിളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായുള്ള പരിപാടി തന്നെയാണ്. ഒരു 1:30യോടുകൂടി അത് ആരംഭിക്കുകയും 2 മണിക്കകം പ്രധാനമന്ത്രി ദില്ലിക്ക് മടങ്ങുകയും ചെയ്യും. അങ്ങനെയാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ രണ്ടാം ദിനത്തിൽ കൊച്ചിയിലെ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇന്നലെ അദ്ദേഹം ഒരു 1.3 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഈ പരിപാടികൾക്ക് ശേഷം ഞാൻ റോഡ് കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വരികയായിരുന്നു സാലി. അതായത് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണ പരിപാടികളുടെ തുടക്കമെന്ന നിലയിലാണ് BJP ആ റോഡ് ഷോയെ കാണുന്നത്. അപ്പോൾ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയമുണ്ട്. അതിനെ നമ്മൾ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണം BJP കേരളത്തിൽ, ഒരുപക്ഷെ രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും പ്രധാനമന്ത്രിയുടെ പരിപാടി. കാരണം കേരളവും സൗത്ത് ഇന്ത്യയും ലക്ഷ്യമിട്ടുള്ള തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി BJPയും സംഘ് പരിവാർ കേന്ദ്രങ്ങളും കുറച്ച് നാളുകളായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കേരളം എന്ന് സംഘ് പരിവാർ കാണുന്നു എന്നാണ് പ്രധാനമന്ത്രിയുടെ ഈ അടിക്കടിയുള്ള കേരളത്തിലെ സന്ദർശനങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് നേടുക എന്നതാണ് BJPയുടെയും സംഘ് പരിവാറിൻ്റെയും ഇക്കാര്യത്തിലുള്ള ലക്ഷ്യം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇന്ന് നടക്കുന്ന സ്വകാര്യ പരിപാടികളാണെങ്കിൽ പോലും അങ്ങനെ ഒരു ലക്ഷ്യം കൂടി അതിലൊക്കെ ഉണ്ട് എന്ന് വ്യക്തമാണ്. അപ്പോൾ അത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു BJP എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ അവർ നേടുന്ന വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ തുടർച്ചയായ ഇടിവ് നമുക്ക് കാണാവുന്നതാണ്. 16%-ലധികം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ, അതിനുശേഷം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെത്തിയപ്പോൾ 12%-ലേക്ക് താഴേക്ക് പോയി. അപ്പോൾ BJP സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. അതിൽ നിന്ന് അതിജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അത് പ്രധാനമന്ത്രിയെ മുന്നിൽ നിർത്തി തന്നെ ഒരു ക്യാമ്പയിൻ നടത്തുന്നു. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഒരു ലോക്സഭാ മണ്ഡലം പിടിക്കാൻ കഴിയുമോ എന്ന് പ്രതീക്ഷ അവർക്കുണ്ടോ എന്നറിയില്ല. പക്ഷേ ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം 17-ൽ നിന്ന് 11.5-ലേക്ക് അവരുടെ വോട്ട് ഷെയർ കുറഞ്ഞ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ മറികടക്കുക, അതിനെ അതിജീവിക്കുക എന്നൊരു സ്ട്രാറ്റജിയുണ്ട് സംഘ് പരിവാറിനും BJPക്കും. അതിനനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയെ മുന്നിൽ നിർത്തി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് BJP കടന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ നടന്ന റോഡ് ഷോയും വരുന്ന ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണ് ഇപ്പോൾ ഈ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന പ്രവർത്തകരുടെ യോഗം വിളിച്ച് പ്രധാനമന്ത്രി തന്നെ പ്രസംഗിക്കുന്നു എന്നുള്ളതും. അത് രണ്ടും രാഷ്ട്രീയമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ രാഷ്ട്രീയത്തോട് കേരളം എത്രമാത്രം ചേർന്ന് നിൽക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം അവരുടെ ഏക നിയമസഭാ സീറ്റ് 0 മാറ്റിയ സംസ്ഥാനമാണ് കേരളം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ടിന് 5% വോട്ട് കുറച്ച സംസ്ഥാനമാണ് കേരളം. ഒരു 2 വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ. അപ്പോൾ അതിനർത്ഥം കേരളത്തിൽ എത്രമാത്രം വേരോട്ടമുള്ള മണ്ണാണ് അവരുടേത് എന്ന് അവർക്ക് തന്നെ സംശയമുണ്ട്. അപ്പോൾ ആ അവിടെ ഒരു കാര്യം കൂടി പ്രധാനമാണല്ലോ സാലി. ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിന് പ്രധാനമന്ത്രി എത്തുന്ന വിഷയം, അവിടെ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് 2 വിഷയമുണ്ട്. ഒന്ന് നമുക്കറിയാം, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. മറ്റൊന്ന്, കേരളത്തിലെ പല നേതാക്കൾക്കും സുരേഷ് ഗോപിയുടെ അത്ര താല്പര്യമില്ല എന്നത് പരസ്യമായ രഹസ്യം കൂടി നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ അവർക്കൊരു മറുപടി നൽകുക, നിങ്ങൾക്കൊക്കെ മുകളിൽ ഇതാ പ്രധാനമന്ത്രി അടക്കം ഞാൻ വിളിച്ചാൽ വരും എന്നൊരു മറുപടി സൃഷ്ടിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ പാളിച്ച സംഭവിച്ചത്, ഈ ഗുരുവായൂർ പോലുള്ളൊരു ക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ സ്വാഭാവികമായും രാജ്യത്തെ ഏറ്റവും വലിയ VVIP ആണ്. അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം ഏർപ്പെടുത്തേണ്ടി വരും. അത് അവിടെ നടക്കുന്ന കല്യാണങ്ങളെ അടക്കം ബാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അത് വലിയ വിവാദമാവുകയും വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തത് ഒരു തിരിച്ചടിയായി ഈ ഘട്ടത്തിൽ അവിടെ നടന്നിട്ടുണ്ടോ? തീർച്ചയായും അത് സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധി ചെറുതല്ല. അത് ഇപ്പോൾ കൊച്ചിയിൽ ഇന്നലെയും ഇന്നുമായി വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. കൊച്ചി പോലുള്ള വലിയൊരു മെട്രോ നഗരം അക്ഷരാർത്ഥത്തിൽ ഇന്ന് സ്തംഭിച്ചിരിക്കുകയാണെന്ന് പറയും. പ്രധാന നിരത്തുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അതിന് വേണമെങ്കിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷ എന്ന വിശദീകരണം നൽകാം. കുറേയൊക്കെ നമുക്കത് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യാം. പ്രധാനമന്ത്രിയുടെ സുരക്ഷ രാജ്യത്തിന് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഗുരുവായൂരിലെ സാഹചര്യം അതല്ല. ഒരു VIP കല്യാണത്തിന് വേണ്ടി നിരവധി വിവാഹങ്ങൾ മാറ്റിവെക്കേണ്ട അല്ലെങ്കിൽ സമയം പുനഃക്രമീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തിയത് കുറച്ചാളുകളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് സുരക്ഷാ ക്രമീകരണങ്ങളുടെ പേരിൽ മാത്രമല്ല, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരാളുടെ വിവാഹ ചടങ്ങ് എന്ന് പറയുന്നത് ഏറ്റവും ജീവിതത്തിലെ മംഗളകരമായ മുഹൂർത്തത്തിൽ ആ മുഹൂർത്തം തന്നെ മാറ്റിവെക്കേണ്ട സാഹചര്യം, അത് പുനഃക്രമീകരിക്കേണ്ട സാഹചര്യം, അതിനുവേണ്ടി പാസ് എടുക്കേണ്ട, പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ഒരു സാഹചര്യം, അതടക്കം ആ കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിച്ച സ്ട്രെസ്സും മനോവ്യഥയും വളരെ വലുതായിരിക്കും. അപ്പോൾ ആ സാഹചര്യം കൂടി ഇതോട് ചേർത്ത് വായിക്കണം. കുറേ ആളുകൾക്ക് ഇതുണ്ടാക്കിയ ബുദ്ധിമുട്ട് ചെറുതല്ല. പ്രധാനമന്ത്രി വരുമ്പോൾ സുരക്ഷ സ്വാഭാവികം. പക്ഷേ അതിനപ്പുറത്തേക്കൊരു VIP വിവാഹം ഗുരുവായൂർ നടക്കുന്നതിൻ്റെ പേരിൽ സൃഷ്ടിച്ച പ്രശ്നങ്ങൾ ചെറുതല്ല. അത് ദീർഘകാലാടിസ്ഥാനത്തിൽ BJPയെ അലട്ടും എന്ന കാര്യത്തിൽ തർക്കം